ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ഹാൻഡിൽ ചെക്കപ്പ്, ഹെഡ്ലൈറ്റ് ചെക്കപ്പ്, പൊല്യൂഷൻ എടുക്കാനുണ്ട്, അതേപോലെ എഞ്ചിൻ ഓയിൽ മാറണം, വാട്ടർ സർവീസ്, ജനറൽ സർവീസ്, ഇത്രയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്യാനാണെങ്കിൽ ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബെയറിംഗ് ഒക്കെ നോക്കുമ്പോൾ നല്ല ബെയറിങ്ങിന് പ്ലേ ഇല്ല, പക്ഷേ അതിൻ്റെ ബാക്കിൽ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഓയിലാണ്. ആരംഭമാണ്, പരമാവധി ഉപയോഗിക്കുക. അടുത്ത സർവീസിലൊക്കെ നമുക്ക് കൂടുതൽ ലീക്കേജ് ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് അഴിച്ച് മാറ്റിക്കളയാം കേട്ടോ. ഓയിലൊക്കെ ഉണ്ട് നിലവിൽ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ വലിയ പഴക്കമൊന്നുമില്ല, പക്ഷേ കമ്പനിയൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് പാർട്സാണ് യൂസ് ചെയ്തേക്കണേ. തൽക്കാലം ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ച് സൈഡ്, ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഈ പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം. ബാക്കിയത്തൊക്കെ നമുക്ക് അത് തന്നെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം, ക്ലച്ച് ഗ്രീസ് ചെയ്തിടാം. ബെൽറ്റ് ഇതുമ്പോൾ കിടക്കുന്നത് വലിയ പഴക്കമുള്ള ബെൽറ്റ് അല്ല, പക്ഷേ അതും ഈ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. ഇതിൻ്റെ കമ്പനി ബെൽറ്റൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത്. പക്ഷേ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കിക്കറിൻ്റെ ഇവിടുത്തെ ഒരു സ്റ്റോപ്പർ പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്തിടേണ്ട അത്യാവശ്യമാണ്. കാരണം അടിക്കുമ്പോൾ ജാം ആവുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലിയർ ചെയ്തിട്ടേക്കാം, വെൽഡ് ചെയ്ത് റെഡിയാക്കാം. എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ ചോക്കിൻ്റെ കേബിൾ, ഈ കേബിൾ ടൈറ്റാണ്, അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. കാരണം ചോക്ക് ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ പുതിയ കേബിൾ ഇട്ടാലും നിൽക്കില്ല, ഇതേപോലെ തന്നെ ടൈറ്റായി പോകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഇട്ടടിക്കണതാണ് ഏറ്റവും നല്ലത്. വണ്ടിക്ക് ഗുണം ചെയ്യുന്നത് അതാണ്. വണ്ടിക്കും ഗുണമാണ്, ബാറ്ററിയും കംപ്ലൈൻറ്റ് ആവാതിരിക്കാനായിട്ട് ചോക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ചോക്ക് ഉപയോഗിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ് സാധാരണ ആൾക്കാർ പറയാറ്, പക്ഷേ ചോക്ക് ഉപയോഗിക്കണം, ചോക്ക് ഉപയോഗിക്കേണ്ടതാണ് അത്യാവശ്യം. പിന്നെ ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല കേബിളാണ്. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊന്നും ഇപ്പം നിലവിൽ നമുക്കില്ല. കാരണം ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റോ മിസ്സിങ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ ഒന്നും പ്രത്യക്ഷത്തിൽ കാണിക്കുന്നില്ല. രാവിലെ സ്റ്റാർട്ടാക്കാനായിട്ട് നോക്കുക, 2 ദിവസമായി വണ്ടി കൂടെ വെച്ചിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കംപ്രഷൻ ലീക്കായിട്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചു. അതായത് കാർബറേറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല അത് കാണിച്ചത്, കംപ്രഷൻ ലീക്കായിട്ട്. അതായത് കിക്കറൊക്കെ അടിച്ചാലും ബലമില്ലാണ്ട് താഴേക്ക് പോവുക, സെൽഫ് മോട്ടർ അടിച്ചാൽ മോട്ടർ വെറുതെ കിടന്ന് കാണിക്കുക, സ്റ്റാർട്ടാവില്ല. അത് കഴിഞ്ഞ് കുറേ നേരം അടിച്ചതിന് ശേഷമാണ് കംപ്രഷനായി വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. കംപ്രഷൻ കംപ്ലൈൻറ്റ് വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. എഞ്ചിൻ്റെ ഉള്ളിൽ കരിയുടെ അളവ് കൂടുതൽ വരുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കുക. അത് പരമാവധി കംപ്ലയിൻസിന് ഇപ്പോൾ പിടിന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള ഇതിൻ്റെ കാരണം കൊണ്ട്, അതായത് കംപ്രഷൻ ലീക്കുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു പ്രാവശ്യം ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കറക്റ്റ് കിട്ടി. കാലത്ത് ഞങ്ങൾ വണ്ടി ഓടിച്ചു നോക്കാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കാണിച്ചു. അതിനുശേഷം കുറച്ച് നേരം നമ്മൾ ആക്സിലേറ്റർ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് അടിച്ച് കഴിയുമ്പോൾ കുറേ പെട്രോൾ ഇറങ്ങി ചെല്ലും, ഒരു സീലിംഗ് പോലെ ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അത് റിപ്പീറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസ് ചെയ്തതുകൊണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വന്നതല്ല, നിലവിൽ വണ്ടിയുടെ കംപ്രഷൻ ലീക്കേജ് ഉള്ളത് കൊണ്ട് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അതിനുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പരമാവധി നിങ്ങൾ ഉപയോഗിക്കുക, ഒരു രക്ഷയില്ലാണ്ടാകുമ്പോൾ അഴിച്ചാൽ മതി. കാരണം അത് അഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും പൈസ ചിലവുള്ള കേസാണ്. അപ്പോൾ ഞാൻ ഈ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ ഇൻഫോം ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കേസിന് ആക്സിലേറ്റർ മാക്സിമം കൊടുക്കുക, മാക്സിമം തുറന്ന് വെച്ചിട്ട് അടിക്കുക, കിക്കറായാലും സെൽഫായാലും. അപ്പോൾ കുറച്ച് നേരം അടിച്ച് കഴിയുമ്പോഴത്തേക്കും പതുക്കെ കംപ്രഷൻ കയറി വരും. കംപ്രഷൻ കയറി വരാമെന്ന് പറഞ്ഞാൽ പെട്രോൾ ഇറങ്ങി ചെല്ലും, അതിൻ്റെ ഉള്ളിലൊരു സീലിംഗ് പോലെ ആവും, കംപ്രഷനായി വണ്ടി സ്റ്റാർട്ടാവും, പൊട്ടി സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞാൽ വണ്ടി റേസാവും. ആ പ്രോബ്ലം പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് കുറേ കഴിയുമ്പോഴത്തേക്കിന് അടുപ്പിച്ച് വരാൻ തുടങ്ങും. അപ്പോൾ പിന്നെ വേറെ മാർഗ്ഗം കഴിക്കാണ്ട് അത് വരെ ഓടിക്കുക. ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമ്മുടെ വണ്ടിക്ക് ഉണ്ട്, അറിഞ്ഞിരിക്കുക. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ അത് കംപ്രഷൻ്റെ ആണെന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം, കാരണം മൊത്തം തുരുമ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ലൈൻഡറൊക്കെ പുതിയ ലൈൻഡർ കിടക്കുന്നത്, കമ്പനി ഒറിജിനൽ ലൈൻഡർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻ്റ് പോയിട്ടുണ്ട്, അതാണ് ആ ബൾബിൻ്റെ ഒരു പോയിൻ്റ് പോയതാണ് ഹെഡ്ലൈറ്റ് പോയിൻ്റ് കറക്റ്റ് വർക്കിംഗ് അല്ലാത്ത. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. ഫ്രണ്ട് ഷോക്കിൻ്റെ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്, ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അവിടെ ചെയ്യേണ്ട വർക്ക്. പിന്നെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2024 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി, 13 വോൾട്ട് ഉണ്ട്. ലോഡ് കിട്ടുമ്പോൾ 9.6 അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹാൻഡിൽ ബാർ ഒടിഞ്ഞാണ് വണ്ടി വന്നിരുന്നത്. അപ്പോൾ ഞാൻ പുതിയ ഹാൻഡിൽ ബാർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയ ഹാൻഡിൽ ബാർ വെച്ചു.
ഇതാണ് അതിൻ്റെ പഴയ ഒടിഞ്ഞ ഹാൻഡിൽ ബാർ. അതേപോലെ തന്നെ ഈ ഗ്രിപ്പ് രണ്ടെണ്ണം നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ ഗ്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ട് സൈഡും പുതിയ ഗ്രിപ്പ് മാറ്റി പുതിയതിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ പ്ലഗ് മാറ്റിയിട്ടാൽ മതി, സെക്കൻഡറി ഫിൽറ്റർ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് വന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നമുക്കതിനകത്ത് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് കൂട്ടത്തിൽ മാറ്റേണ്ടി വരും. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഗ്രീൻ ബുഷ് മാറ്റാനുണ്ട്, ലിങ്ക് ബുഷിൻ്റെ കോളർ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ ഓൾറെഡി ഒടിഞ്ഞു പോയി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിൽ ബാർ, 2 ഗ്രിപ്പ് വരുന്നുണ്ട്, ഹെഡ്ലൈറ്റ് ബൾബ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിലേക്ക് വരുമ്പോൾ പീസെറ്റ് സ്ലൈഡ് മാറുന്നുണ്ട്, ചോക്കിൻ്റെ കേബിള്, പിന്നെ ജനറലായിട്ട് സർവീസ് വാട്ടർ സർവീസൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഗിയർ ബോക്സിൻ്റെ ലീക്കേജ് ഉണ്ട്, അത് ഞാൻ ഇതിനകത്ത് എസ്റ്റിമേറ്റിൽ കൂട്ടുന്നില്ല, അത് നമുക്ക് അടുത്ത സർവീസിൽ നോക്കിയിട്ട് ചെയ്താലും മതി. പിന്നെ ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യേണ്ട കംപ്ലയിൻറ്റ്, ഹെഡ് ഓവർഹോളിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് കംപ്രഷൻ ലീക്ക് വന്ന സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് നിലവിൽ വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി, ഹെഡിൻ്റെ കേസും ഗിയർ ബോക്സും ഉൾപ്പെടുത്താതെ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. പിന്നെ ഈ ബാക്കിലത്തെ ടയർ തീർന്നാണ് നിൽക്കണം കേട്ടോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ.